വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ ചോദ്യം ചെയ്യുന്നത് 20 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സന്ദീപ് ഘോഷ് പ്രതികരിച്ചു. കുറ്റകൃത്യം നടന്ന മുറി പോലീസ് സീൽ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയുടെ നിലപാട്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സിബിഐ അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ബൽറാം? ഉന്മേഷ്, സിബിഐയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്നാണ് സിബിഐ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കൊൽക്കത്തയിലെ സിബിഐ സംഘമല്ല, ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘത്തെയാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രഹസ്യ സ്വഭാവം നിലനിർത്തിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോൾ 22 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു 13 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചത്. തുടർന്ന് പിന്നീട് ഇന്ന് രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിനായി വീണ്ടും ഹാജരായി. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം മറ്റ് ചില പ്രൊഫസർമാരെയും സിബിഐ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ കുടുംബം, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ എന്നിവർ നൽകിയ മൊഴികൾ, അവരുടെ ചില സംശയങ്ങൾ, ആരോപണങ്ങൾ, ഇക്കാര്യങ്ങൾ അടക്കമുള്ളവ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് സിബിഐ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെതിരെ മുൻപ് ഉയർന്നിരുന്ന ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വന്നേക്കും എന്ന സൂചനകൾ ഉണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ 2-അംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളത്. ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ആ മുറിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ, നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പോലീസ് ഈ കുറ്റകൃത്യം നടന്ന മുറി ഉടൻ തന്നെ സീൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും അതിൽ കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നുവെന്നും പരാമർശം ഉണ്ട്. എന്തായാലും ഉടനടി തന്നെ അന്വേഷണം പൂർത്തിയാക്കി ആവശ്യമായ ശിക്ഷ ഉറപ്പുവരുത്തണം പ്രതികൾക്ക് എന്ന ശുപാർശയും ഈ സമിതിയുടെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ ഇന്ന് വലിയ പ്രതിഷേധ റാലികൾ, ആയിരക്കണക്കിന് സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഭാഗത്ത് പ്രതിഷേധം കത്തിപ്പടരുന്നുണ്ട്. ഒരാൾക്കൂട്ടം ആ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് വരികയും അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുൻപിലുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. സിബിഐയുടെ അന്വേഷണം ഇപ്പോൾ ആ നിലയിലേക്ക് കൂടി എത്തിയിട്ടുണ്ടോ ബൽറാം? ഉന്മേഷ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നിലവിൽ സിബിഐയുടെ അന്വേഷണ പരിധിയിലുള്ളത്. അതിന് തൊട്ടു പിന്നാലെ ആണ് ഈ പ്രതിഷേധങ്ങൾ നടന്നു വരുന്നതിനിടെ കനത്ത സുരക്ഷ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ ആശുപത്രിയിലേക്ക് അക്രമികൾ കടന്നു കയറുകയും അടിച്ചു തകർക്കുകയും ചെയ്തത്. ഈ സംഭവം തെളിവ് നശിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ആ കേസ് ഇപ്പോഴും കൊൽക്കത്ത പോലീസാണ് അന്വേഷിക്കുന്നത്. ഇതിനകം തന്നെ ഏതാണ്ട് 30ഓളം പേരെ അറസ്റ്റ് ചെയ്തു ഈ അക്രമികളിൽ എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസ്, ആ ഒരു അക്രമ സംഭവം സിബിഐ നിലവിൽ അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നാണ് സിബിഐ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ അതുൾപ്പെടെ പരിശോധിക്കും. കൂടാതെ ഈ അന്വേഷണത്തിൽ, ചോദ്യം ചെയ്യലിൽ അത്തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ്, തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് ആ അക്രമ സംഭവം ഉണ്ടായത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അത് സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരും എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, കൊൽക്കത്തയിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിബിഐയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു.